equal to x minus 4 by minus 4. Cross multiply ചെയ്ത് നമുക്ക് ഇതിനെയും നമ്മുടെ term in x plus term in y plus constant term equal to 0 ഫോമിലേക്ക് ആക്കാം. That is minus 3 into x minus 4 equal to minus 4 into y minus 5. Minus 3x plus 12 equal to minus 4y plus 20. Minus 3x y term ഇങ്ങോട്ട് കൊണ്ടുവരാം plus 4y minus 20 ഇങ്ങോട്ട് വരും അല്ലേ. ഇവിടെ plus 12 ഉണ്ട് minus 20 equal to റൈറ്റ് സൈഡിലേക്ക് 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര കിട്ടും നമുക്ക് minus 3x plus 4y minus 8 equal to 0. ഇനി നമുക്ക് മൈനസ് സൈൻ ഒഴിവാക്കാനായിട്ട് എല്ലാ ടേംസിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഫോംസ് ആണ് കണ്ടത്. ഇക്വേഷൻ ഓഫ് എ ഫസ്റ്റ് എന്തായിരുന്നു? ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു x ആക്സിസ്, ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു y ആക്സിസ്, then ഇക്വേഷൻ ഓഫ് x ആക്സിസ് ആൻഡ് ഇക്വേഷൻ ഓഫ് y ആക്സിസ്. പിന്നെ അത് ഫസ്റ്റ് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്തു. സെക്കൻഡ് കേസിൽ എന്താ കൺസിഡർ ചെയ്തത് നമ്മൾ? ഇക്വേഷൻ ഓഫ് എ ലൈൻ പോയിന്റ് സ്ലോപ്പ് ഫോം അല്ലേ. എന്ന് പറഞ്ഞാൽ ലൈനിലുള്ള ഒരു പോയിന്റ് സ്ലോപ്പും തന്നാൽ എങ്ങനെ എഴുതാം? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. ഇനി തേർഡ് കേസിൽ എന്താ വേണ്ടത്? 2 പോയിന്റ് ഫോം ഓഫ് എ ലൈൻ. ലൈനിലുള്ള 2 പോയിന്റ്സ് x1 y1 ആൻഡ് x2 ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇനി നമ്മൾ ഫോർത്ത് ഫോം ആണ്. ഫോർത്ത് ഫോം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് നമുക്കറിയാം, ഇന്റർസെപ്റ്റ് അല്ലെ, അതൊരു പുതിയ വാക്കായിട്ട് തോന്നാം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഓഫ് എ ലൈൻ. അപ്പൊ ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക, ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഇങ്ങനെ നമ്മൾ ഒരു ലൈൻ കൺസിഡർ ചെയ്തു എന്ന്. ഇതാണ് L എന്നെങ്കിൽ ഈ ലൈൻ നമ്മുടെ എക്സ് ആക്സിസിന്റെ ഇടയിൽ മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ പറയാ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയും. അതുപോലെ വൈ ആക്സിസിൽ മേക്ക് ചെയ്യുന്ന ആ കഷ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ലൈൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താ പറയാ? ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ലൈൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് വൈ ആക്സിസിൽ കിട്ടുന്ന ഈ കഷ്ണം എക്സ് ഇന്റർസെപ്റ്റും ഈ കഷ്ണത്തിന് വൈ ഇന്റർസെപ്റ്റും ഈ ലെങ്തിനെ നമ്മൾ പറയും എക്സ് ഇന്റർസെപ്റ്റും. ഇനി ഈ ലൈൻ ഇങ്ങനെയല്ല, വേറെ രൂപത്തിലാണെന്ന് വിചാരിക്കും. വേറൊരു രൂപത്തിൽ വരയ്ക്കുന്നു, ഇങ്ങനെയാണെന്ന് വിചാരിക്കും നമ്മുടെ ലൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ വൈ ഇന്റർസെപ്റ്റ്, ഇതാണ് നമ്മുടെ എക്സ് ഇന്റർസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് എക്സ് ആക്സിസിലുള്ള ഈ ഒരു ലെങ്ത് എക്സ് ഇന്റർസെപ്റ്റും വൈ ആക്സിസും അതുപോലെ ലൈനും അല്ലെ, ഈ കിട്ടുന്ന പീസിനെയാണ് നമ്മൾ എന്ത് പറയാ? വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ സ്ലോപ്പും ഏതെങ്കിലും ഒരു ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അത് വൈ ഇന്റർസെപ്റ്റ് ആവും, ചിലപ്പോൾ അത് എക്സ് ഇന്റർസെപ്റ്റ് ആവും. ഇപ്പൊ ആദ്യം നമ്മൾ കാണുന്നത് സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റ്. സ്ലോപ്പ് എം, വൈ ഇന്റർസെപ്റ്റ് സി. ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ലൈനിന്റെ ഇക്വേഷൻ പറയാം y ഈക്വൽ ടു mx പ്ലസ് സി എന്നാണ്. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് ഈ ഫോം കേട്ടോ. അതായത് ഇങ്ങനെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെങ്കിൽ ഈ ലൈൻ ഇങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ വൈ ഇന്റർസെപ്റ്റ് സി ആണെന്ന് അറിയാം, ഈ ലെങ്ത് സി. അതുപോലെ ലൈനിന്റെ സ്ലോപ്പ് എത്രയാണെന്ന് അറിയാം? എം ആണെന്ന് അറിയാം. സ്ലോപ്പ് ഈക്വൽ ടു എം എങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു mx പ്ലസ് സി ആയിരിക്കും. ഇനി സ്ലോപ്പ് m തന്നിട്ടുണ്ട്, ഇനി എക്സ് ഇന്റർസെപ്റ്റ് ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. എക്സ് ഇന്റർസെപ്റ്റ് അതിനെ ഇവിടെ സി എന്ന് കൊടുത്താൽ അല്ലെങ്കിൽ ഇതിനെ ഡി എന്ന് കൊടുക്കാം. ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് ഡി എന്നായിരിക്കും. അപ്പോൾ സ്ലോപ്പും y ഇന്റർസെപ്റ്റും ആണെങ്കിൽ y ഈക്വൽ ടു mx പ്ലസ് സി, സ്ലോപ്പും എക്സ് ഇന്റർസെപ്റ്റ് ഡിയും ആണ് തന്നിരിക്കുന്നതെങ്കിൽ y ഈക്വൽ ടു m ഓഫ് എക്സ് മൈനസ് സി. അതായത് എങ്ങനെയായിരിക്കും? പോലെ ലൈനും എക്സ് ഇന്റർസെപ്റ്റും തന്നിരിക്കുന്നത്. ഇതാണ് ലൈൻ, എക്സ് ഇന്റർസെപ്റ്റ് ഇത്, ഈ ഡി തന്നിട്ടുണ്ട്. അതുപോലെ ലൈനിന്റെ സ്ലോപ്പ് എം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈ ഇന്റർസെപ്റ്റ് തന്നിട്ടില്ല നമുക്ക്. ആ കേസിൽ എക്സ് ഇന്റർസെപ്റ്റ് യൂസ് ചെയ്ത് എഴുതുമ്പോൾ y ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് ഡി എന്ന് വരും. ഓക്കെ, ഒരു 1-2 പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ
whose slope -2 and y intercept 3. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് നോക്കിയാൽ സ്ലോപ്പ് -3ഉം y ഇന്റർസെപ്റ്റ് 3ഉം ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. അപ്പോൾ y mx + c ആണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഫോം. സ്ലോപ്പ് നമുക്ക് തന്നിരിക്കുന്നു -2. അപ്പോൾ y -2x + c. c എന്ന് പറഞ്ഞാൽ y ഇന്റർസെപ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് 3 എന്നാണ്. That is y -2x + 3 അല്ലേ. ഇങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിൽ നമുക്ക് ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എക്സ് ടേമിനെയും കോൺസ്റ്റന്റിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. -2x ഇങ്ങോട്ട് വരുമ്പോൾ 2x + y + 3 ഇങ്ങോട്ട് വരുമ്പോൾ -3 = 0. ദാറ്റ് ഈസ് എക്സ് ടേം y ടേം കോൺസ്റ്റന്റ് ടേം അല്ലേ. ഇപ്പൊ എല്ലാ ലൈൻസിലും ഏത് ഫോം ആണെങ്കിലും ലൈനിന്റെ ഇക്വേഷൻ ഫൈനലി വരുമ്പോൾ ഈ രീതിയിൽ വരും, ജനറൽ ഫോം തന്നെ പറയും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ whose angle of inclination തന്നിട്ട് തീറ്റ എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് tan θ 1/2 ആൻഡ് y ഇന്റർസെപ്റ്റ് -3/2. നമുക്ക് തന്നിരിക്കുന്നത് tan തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ് 1/2 ആൻഡ് y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ c ആണല്ലോ, സിയുടെ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട് -3/2. tan θ എന്ന് പറഞ്ഞാൽ m ആണ്, സ്ലോപ്പ് ആണ് അല്ലേ. അപ്പൊ സ്ലോപ്പും തന്നിട്ടുണ്ട്, y ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാലോ. y mx + c എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് കൊടുക്കാം. y 1/2x + c. c എന്ന് പറഞ്ഞാൽ -3/2. അപ്പൊ നമുക്ക് ഇതിനെയും നമ്മുടെ ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരാം. എന്താ വരിക, y x/2 -3/2 എന്നാണല്ലോ അല്ലേ. അപ്പോൾ y x -3/2 എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. y എന്ന് പറഞ്ഞാൽ y/1 ആണല്ലോ, അല്ലെങ്കിൽ രണ്ട് സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചാൽ മതി. ഈ ഡിനോമിനേറ്ററിലെ 2നെ റിമൂവ് ചെയ്യണം, രണ്ട് സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2y ഈ 2 ക്യാൻസൽ ആവും, x -3 എല്ലാത്തിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാം. -x പിന്നെ y ടേം എഴുതാം, +2y കോൺസ്റ്റന്റ് ടേം +3 = 0. ആദ്യം തന്നെയുള്ള മൈനസ് സൈൻ കളയാൻ എല്ലാവരെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താവും, x -2y -3 = 0. ഇതുപോലെ തന്നെ നമുക്ക് എക്സ് ഇന്റർസെപ്റ്റ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് y m × x - d എന്നുള്ളത് ഉപയോഗിക്കുക. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഫോം ഉപയോഗിച്ച് ചെയ്യാം. y ഇന്റർസെപ്റ്റ് ആണ് നമുക്ക് കൂടുതലും തരാറ്, അപ്പോൾ y ഇന്റർസെപ്റ്റിന്റെ c അല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കണം. y ഇന്റർസെപ്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ്. ഇനി ഫിഫ്ത്ത് ഫോം ആണ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇന്റർസെപ്റ്റ് ഫോം. ഇന്റർസെപ്റ്റ്, അപ്പൊ നേരത്തെ നമ്മളൊരു y ഇന്റർസെപ്റ്റ് x ഇന്റർസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞതാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്? ഇവിടുത്തെ പ്രത്യേകത സ്ലോപ്പ് തന്നിട്ടുണ്ടാവില്ല, രണ്ട് ഇന്റർസെപ്റ്റുകളും തന്നിട്ടുണ്ടാവും അതിന് പകരം. അതായത് നമുക്ക് x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ എന്ന് വിചാരിക്കും. ഈ ലൈനിന്റെ ഇക്വേഷനിൽ x ഇന്റർസെപ്റ്റ് ഇതാണല്ലോ, ഇത് എയും y ഇന്റർസെപ്റ്റ് ബിയും. നമ്മൾ നേരത്തെ ഇക്വേഷനിൽ y ഇന്റർസെപ്റ്റ് മാത്രമാണെങ്കിൽ സിയും x ഇന്റർസെപ്റ്റ് മാത്രമാണെങ്കിൽ ഡി എന്ന് എടുത്തിരുന്നു. പക്ഷേ ഇന്റർസെപ്റ്റ് ഫോമിൽ നമ്മൾ ജനറലി രണ്ട് ഇന്റർസെപ്റ്റും ഒരുമിച്ചാണ് തരുന്നതെങ്കിൽ x ഇന്റർസെപ്റ്റിനെ നമ്മൾ എ എന്ന് എടുക്കും, y ഇന്റർസെപ്റ്റിനെ ബി എന്ന് എടുക്കും. ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് x/a + y/b = 1. x ന്റെ ഡിനോമിനേറ്ററിൽ x ഇന്റർസെപ്റ്റ് പ്ലസ് y ന്റെ ഡിനോമിനേറ്ററിൽ y ഇന്റർസെപ്റ്റ് ആയിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കാം, ഇന്റർസെപ്റ്റ് ഫോം രണ്ട് ഇന്റർസെപ്റ്റുകളും ഒരുമിച്ച് തന്നാലാണ് നമ്മൾ ഇന്റർസെപ്റ്റ് ഫോം യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് x/a + y/b = 1. എന്താണ് ഇക്വേഷൻ? നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ having x intercept 3 and y intercept 2 അല്ലേ. x intercept 3 that is a = 3 and b = 2 എന്ന് ഡയറക്റ്റ് തന്നിരിക്കുക. നമ്മുടെ ഇക്വേഷൻ എന്താവും? x/a യുടെ സ്ഥാനത്ത് 3 കൊടുക്കുക പ്ലസ് y/b യുടെ സ്ഥാനത്ത് 2 കൊടുക്കുക = 1. ഇതിനെയും നമുക്ക് നമ്മുടെ ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരാം? ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ ഈ ഡിനോമിനേറ്റർ പോണെങ്കിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. 3 2ന്റെ LCM 6 ആണ്, എല്ലാവരെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം അല്ലേ. അപ്പോൾ 2x + 3y/6 = 1
again ക്രോസ് മൾട്ടിപ്ലൈ 6/6 കളയാനായിട്ട് രണ്ട് സൈഡിലും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് കിട്ടും നമുക്ക്? 2x + 3y ഈക്വൽ ടു, ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് വെട്ടിപ്പോയി ഈ 6 അല്ലേ, പക്ഷെ റൈറ്റ് സൈഡിൽ 1 × 6 6 എന്ന് വരും. ദാറ്റ് ഈസ് 2x + 3y - 6 = 0. കണ്ടോ? അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോം ആയാലും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം, എല്ലാവരെയും ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് x ഇന്റർസെപ്റ്റും അറിയുന്നു, അതുപോലെ തന്നെ y ഇന്റർസെപ്റ്റും അറിയാമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇന്റർസെപ്റ്റ് ഫോം. Then second question, find the equation of a line that cuts off equal intercepts on the coordinate axis and passes through the point 2, 3. ഈ ലൈൻ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത് 2, 3 പാസ് ചെയ്യുന്നു. എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ഡയറക്റ്റ് തന്നിട്ടില്ല, ദേ ആർ ഈക്വൽ. ഈ ലൈൻ ചെയ്യുന്നത് ഇത് എ ആണെങ്കിൽ ഇതിനെ ബി എന്നല്ല പറയേണ്ടത്, ഇതും എ ആണ്, രണ്ടും ഈക്വൽ ആണ്, ഈക്വൽ ഇന്റർസെപ്റ്റ്സ് ആണ് മേക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു, നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ ഇന്റർസെപ്റ്റ് ഫോമിൽ തന്നെ എഴുതുന്നു. x/a + y/a എന്ന് എഴുതണ്ടല്ലോ, സോറി y/b എന്നല്ല എഴുതേണ്ടത്, ബിയുടെ വാല്യൂ എയുടെ വാല്യൂ ഈക്വൽ ആയതുകൊണ്ട് ബിക്ക് പകരവും എ തന്നെ എഴുതുന്നു അല്ലേ. ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് x + y/a = 1, x + y = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a എന്ന് കിട്ടും. x + y = a എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ആവില്ല. x + y = ഒരു കോൺസ്റ്റന്റ് വാല്യൂ പറയണം. അതായത് ഈ ലൈനിലുള്ള ഏതൊരു പോയിന്റിന്റെയും x കോർഡിനേറ്റും y കോർഡിനേറ്റും കൂടി കൂട്ടുമ്പോൾ ഒരു ഫിക്സഡ് വാല്യൂ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, അതൊരു ഇക്വേഷൻ ആവും. ആ എയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കണം അല്ലേ. അതിനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് 2, 3. അപ്പോൾ x is 2 and y = 3 നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. കാരണം ഈ ലൈനിലുള്ള ഏതൊരു പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് x + y = a. അപ്പോൾ ആ ലൈനിലെ പോയിന്റ് ആണ് 2, 3. അപ്പോൾ x ന് പകരം 2 ഉം y ന് പകരം 3 ഉം കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 + 3 = a. ദാറ്റ് മീൻസ് a യുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടി നമുക്ക്? 5 അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഈ ഇക്വേഷനെ നമുക്ക് എന്ത് പറയാം? ലൈനിന്റെ ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് x + y = a ക്ക് പകരം നമുക്ക് എന്ത് പറയാം? 5. അതായത് ഈ ലൈൻ പറയുന്നു ഈ ലൈനിലുള്ള ഏതൊരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക, അത് എപ്പോഴും 5 ആയിരിക്കും എല്ലായിടത്തും. ഈ ലൈൻ ഇൻഫിനിറ്റ് ആയിട്ട് എങ്ങോട്ട് പോയാലും കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അതാണ് ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? x + y കോൺസ്റ്റന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ax + by + c = 0. ജനറൽ ഫോം എപ്പോഴും അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോം എക്സ് ഇന്റർസെപ്റ്റിനും വൈ ഇന്റർസെപ്റ്റിനും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഫോമാണ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആറാമത്തെ ഫോമാണ് നോർമൽ ഫോം എന്ന് പറയും. നോർമൽ ഫോം ഓക്കെ എന്താണ് എന്ന് നോക്കാം. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് ലൈൻസിന്റെ വേരിയസ് ഫോംസ് അതും കൂടിയേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് നമുക്ക് ജനറൽ ഫോം. ഈ പറഞ്ഞതിനെല്ലാം നമുക്ക് ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് 6th ലാസ്റ്റ് ഫോമാണ് നോർമൽ ഫോം. അപ്പോൾ ഒരു ലൈനും അതിന്റെ നോർമലുമായിട്ട് ബന്ധപ്പെട്ട ഫോമാണ്. അതായത് നമ്മളിപ്പോ ഒരു ലൈൻ വരയ്ക്കുകയാണ്, അതിനുവേണ്ടി നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. നമ്മുടെ ലൈൻ ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദ ലൈൻ L. വി ഹാവ് ടു ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് L. അപ്പോൾ ഒറിജിൻ ഇതാണല്ലോ. ഒറിജിനിൽ നിന്നും ഈ ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയാ. പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കാൻ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇതുപോലത്തെ സൈൻ ഇടാം, പെർപെൻഡിക്കുലർ. ഇനി ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് p ആണെന്ന് വിചാരിക്കാം. അതുപോലെ ഈ നോർമലും എക്സ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ ഒമേഗയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ നോർമലിന്റെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഒറിജിനിൽ നിന്നും നമ്മുടെ ലൈനിലേക്ക് വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നതാണ് നോർമൽ. നോർമലിന്റെ ഒറിജിനിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് പിയും ഈ നോർമലും നമ്മുടെ എക്സ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ ഒമേഗയുമാണ് എങ്കിൽ, ഈ ആംഗിൾ ഒമേഗയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് എക്സ് കോസ് ഒമേഗ പ്ലസ് y sin omega equal to p. ഇതായിരിക്കും നമ്മുടെ നോർമൽ ഫോം ഓഫ് എ ലൈൻ. എന്താണ് ഈ ലൈൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ? ഈ ലൈനിലുള്ള ജനറൽ പോയിന്റ് ആണ് xy, കോർഡിനേറ്റ് പെയർ xy.
ആ ഓർഡേഡ് പെയർ എക്സ് വൈ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എക്സ് ഇൻറ്റു കോസ് ഒമേഗ, ഒമേഗ എന്ന് പറയുന്ന ആംഗിൾ ആണ് കേട്ടോ, പ്ലസ് വൈ ഇൻറ്റു സൈൻ ഒമേഗ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ പി ആയിരിക്കും. പി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ നോർമൽ ഫോം എന്ന് പറയുന്നത്. നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ് കേട്ടോ. നോർമൽ എന്ന് പറയുന്നത് ആ വരച്ചിരിക്കുന്നതാണ്. അപ്പൊ നോർമൽ ഫോം ഈസ് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ whose perpendicular distance from origin to the line is 5. ഒറിജിനിൽ നിന്ന് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി ആണ് അല്ലേ. പി ഈക്വൽ ടു 5 എന്ന് തന്നിരിക്കുകയാണ്. ആൻഡ് ദ ആംഗിൾ which the line makes with the positive direction of x axis and എന്താണ് and the angle ഏത് ആംഗിൾ ആണ് പറയുന്നത് which the line makes with the positive direction of x axis എന്ന് പറഞ്ഞാൽ ഈ ഒമേഗ ആണ് പറയുന്നത്, that is 30 degree. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഒമേഗ ഈക്വൽ ടു 30 ഡിഗ്രി നമുക്ക് കൊടുക്കാം. നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ x ഇൻറ്റു കോസ് 30 പ്ലസ് y സൈൻ ഒമേഗ, y ഇൻറ്റു സൈൻ 30 ഈക്വൽ ടു പി. പി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ആണ് അല്ലേ. ഇനി നമുക്ക് കോസ് 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്, cos 30 √3/2 plus y into sin 30 എന്ന് പറഞ്ഞാൽ 1/2 equal to 5. That is √3/2x plus y എന്ന് പറഞ്ഞാലോ 1/2y equal to 5 എന്നാണ് കിട്ടിയത് അല്ലേ. ആ ബൈ 2 കളയാനായിട്ട് എല്ലാവരെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3x plus y equal to 10. അതിനെ ഇവിടെ വരാം, √3x plus y minus 10 equal to 0. കണ്ടോ. അപ്പൊ നോർമൽ ഫോം ആണ് എന്ന് വിചാരിച്ച് നമ്മൾ അതിന്റെ വാല്യൂസ് ഒക്കെ കൊടുത്തു വരുമ്പോൾ അതിനെയും നമുക്ക് എന്തിലേക്ക് കൊണ്ടുവരാം, ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരാം. ആൻഡ് ദ ലാസ്റ്റ് ഈസ് ജനറൽ ഫോം. ഈ പറഞ്ഞ ഫോംസ് എല്ലാത്തിനെയും നമ്മൾ റെഡ്യൂസ് ചെയ്ത് എന്തിലേക്ക് കൊണ്ടുവന്നു, ജനറൽ ഫോം. നമ്മൾ പലപ്പോഴും കണ്ടതാണ് അല്ലേ. ദ ലാസ്റ്റ് ഈസ് ജനറൽ ഫോം. ജനറൽ ഫോം ഓഫ് പൊതുവായിട്ടുള്ള ഫോം അല്ലെ, എല്ലാവരെയും പെർട്ടിക്കുലർ കേസസിനൊക്കെ നമ്മൾ ജനറൽ ഫോമിലേക്ക് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് നമ്മൾ പറയും ടേം ഇൻ എക്സ് പ്ലസ് ടേം ഇൻ വൈ പ്ലസ് കോൺസ്റ്റന്റ് ടേം ഈക്വൽ ടു 0 ഓർ സിംപ്ലി ax plus by plus c equal to 0 is the general form of a line. അപ്പോൾ സ്ട്രേറ്റ് ലൈൻസിന് നമ്മൾ എത്ര ഫോംസ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ അനുസരിച്ച് സ്ട്രേറ്റ് ലൈൻസിന്റെ ഇക്വേഷൻ എഴുതാനായിട്ടാണ് നമ്മൾ ഇത്രയും ഫോംസ് സ്വീകരിച്ചത് അല്ലേ. 6 ഫോംസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. 5 ഫോംസും റെഡ്യൂസ് ചെയ്ത് എന്തിലേക്ക് എത്തും, നമ്മുടെ 6ാമത്തെ ഫോമിലേക്ക് എത്തും. ഓക്കെ, താങ്ക് യു.